നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യെസ്, ഫിഫ വേൾഡ് കപ്പ് 2026 ആദ്യ മത്സരം ആതിഥേയരായിട്ടുള്ള മെക്സിക്കോ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് തുടക്കമിട്ടിരിക്കുന്നു. മെക്സിക്കോയ്ക്ക് വേണ്ടി ജൂലിയൻ കിനോനസും റൗൾ ഹിമനസുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മത്സരത്തിൽ ബ്രസീലിയൻ റഫറി വിൽട്ടൺ പെരീര സാംബോയ എടുത്തു വീശിയത് 3 റെഡ് കാർഡുകളാണ്. 2022 വേൾഡ് കപ്പിൽ ആകെ കൊടുത്തത് 4 റെഡ് കാർഡാണ്. ഇതാ 2026 വേൾഡ് കപ്പിൻ്റെ ആദ്യ കളിയിൽ തന്നെ 3 റെഡ് കാർഡുകൾ വരുന്നു. എന്താവുമോ എന്തോ. ഏതായാലും സംഭവ ബഹുലമായിട്ടുള്ളൊരു മത്സരമാണ്. വലിയ ആവേശത്തിൽ വലിയ ആഘോഷത്തിലായിരുന്നു മെക്സിക്കോക്കാരുണ്ടായിരുന്നത്. നല്ലൊരു ഓപ്പണിംഗ് സെറിമണിക്ക് ശേഷം നല്ല രൂപത്തിൽ തന്നെ അവരുടെ ടീം വിജയിച്ച് കയറി. ഇതിൽ ഈ 2 ഗോളുകൾ ജൂലിയൻ കിനോനസ് ആണ് വേൾഡ് കപ്പിൽ ആദ്യ ഗോൾ കണ്ടെത്തിയിരിക്കുന്നത്. കൊളംബിയയിൽ ജനിച്ച് കൊളംബിയയ്ക്ക് വേണ്ടി യൂത്ത് ഫുട്ബോളൊക്കെ കളിച്ച് ഒടുവിൽ കൊളംബിയൻ ദേശീയ ടീമിലേക്കുള്ള വിളി വന്നപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് പിന്നെ നാച്ചുറലൈസ് ചെയ്ത് മെക്സിക്കോക്ക് വേണ്ടി കളി തുടങ്ങിയ താരം, ഇപ്പോൾ സൗദി അറേബ്യൻ ക്ലബ് അൽ ഖാദിസിയയ്ക്ക് വേണ്ടി കളിക്കുന്ന താരം ഇതാ ഈ വേൾഡ് കപ്പിലെ ആദ്യ ഗോൾ കണ്ടെത്തിയിരിക്കുന്നു ജൂലിയൻ കിനോനസ്. പിന്നെ റൗൾ ഹിമനസിൻ്റെ ഗോള്, സൂപ്പർ താരത്തിൻ്റെ ഗോള്, അദ്ദേഹം 2 കൈകൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. തൻ്റെ പിതാവ് മരണപ്പെട്ടത് റീസെൻ്റ്ലിയാണ്. ആ പിതാവിന് സ്വർഗത്തിലിരുന്ന് തൻ്റെ കളി വീക്ഷിക്കുന്നു എന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന ആ പിതാവിനതാ അദ്ദേഹം കൈകൾ ഉയർത്തി ആ ഗോൾ സമർപ്പിക്കുന്ന വൈകാരികമായ നിമിഷങ്ങളും നമ്മൾ ഈ കളിയിൽ കണ്ടു. മെക്സിക്കോ സിറ്റിയിൽ നടന്ന മത്സരത്തിൽ മെക്സിക്കോയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് അൽവരാഡോയും റൗൾ ഹിമനസും ജൂലിയൻ കിനോനസും ഒരുമിച്ചാണ് അണിനിരുന്നത്. മറുഭാഗത്ത് റൈനേഴ്സും ഫോസ്റ്ററും ചേർന്നുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്കയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. പക്ഷേ കളിയിൽ ആധിപത്യം മെക്സിക്കോക്കായിരുന്നു. അതിൻ്റെ റിസൾട്ടാണ് 9ാമത്തെ മിനിറ്റിലെ ഗോള്. മെക്സിക്കോ കുറച്ചുകൂടി നല്ല രൂപത്തിൽ പ്രസ് ചെയ്ത് കളിച്ചു. അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്കൻ ടീമിന് കളിയിലുടനീളം ബോളിൽ കോൺഫിഡൻസ് കുറവായിരുന്നു. അത് തന്നെയാണ് 9ാമത്തെ മിനിറ്റിലെ ഗോളിനും കാരണം. ഗോൾ കീപ്പർ പുറകിൽ നിന്ന് തൻ്റെ ഡിഫൻഡർക്ക് കൊടുക്കുന്ന ബോള് അത് പ്രഷറിട്ട് നേടിയെടുക്കുന്നു മെക്സിക്കൻ താരം. അത് നേരെ ലഭിക്കുന്നത് ജൂലിയൻ കിനോനസിന്. അദ്ദേഹം മനോഹരമായിട്ട് അത് ഫിനിഷ് ചെയ്തു, വലയിലേക്ക് അടിച്ച് കയറ്റി. 9ാമത്തെ മിനിറ്റിൽ വേൾഡ് കപ്പിൽ ആദ്യ ഗോൾ പിറക്കുന്നു. ഇടവേള സമയത്ത് മത്സരം 1-0 മെക്സിക്കോ മുന്നിലായിരുന്നു. 2ാം പകുതിയിൽ കളി പുരോഗമിക്കവേ റെഡ് കാർഡുകൾ വരുന്നത് അവിടെ മുതലാണ്. സിത്തോളിലാണ് 50ാമത്തെ മിനിറ്റിൽ ആദ്യം റെഡ് കാർഡ് കിട്ടുന്നത്. 67ാമത്തെ മിനിറ്റിൽ റൗൾ ഹിമനസിൻ്റെ ഗോൾ. അൽവരാഡോയുടെ സൂപ്പർ ഒരു ബോളായിരുന്നു അത്. ക്രോസ് ആയിരുന്നു അത് ഹെഡറിലൂടെ വലയിലേക്ക് എത്തിച്ചുകൊണ്ട് റൗൾ ഹിമനസ് മെക്സിക്കോയുടെ ലീഡ് 2 വർദ്ധിപ്പിച്ചു. പിന്നീട് കളിയിൽ 2 റെഡ് കാർഡുകൾ കൂടി വന്നു. ഏതായാലും 2-0 വിജയം ഇതാ മെക്സിക്കോ സ്വന്തമാക്കിയിരിക്കുന്നു. ഈ ഗ്രൂപ്പിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു വിജയമാണിത്. സൗത്ത് കൊറിയ സെച്ചിയ മത്സരം ഇതാ നടക്കാനിരിക്കുന്നു. യെസ്, മെക്സിക്കോ അവരുടെ ആരാധകരുടെ പ്രതീക്ഷയ്ക്കുയർന്ന ഒരു വിജയം സ്വന്തമാക്കി വേൾഡ് കപ്പിന് കിടിലൻ തുടക്കമിട്ടിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.